ഭാഗം 33. ദേവകി അവരിപ്പോഴും ശരിയല്ലച്ചമ്മേ. എനിക്കറിയാം. ഇവിടെ വന്നതിന് ശേഷം അവൾ വീണ്ടും ജയനാഥനുമായി അടുപ്പം പുലർത്തി തുടങ്ങിയിരുന്നു. അവൾ അയാളെ സ്നേഹിക്കുന്നുണ്ട് ഭദ്രൂട്ടാ. സ്നേഹമല്ല, കാമമാണെന്ന് തോന്നിയെങ്കിലും വീരൻ തുറന്നു പറഞ്ഞില്ല. അച്ചമ്മയോട് വീരൻ ബഹുമാനത്തോടെ മാത്രമേ സംസാരിക്കാറുള്ളൂ. സത്യമെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തായിരുന്നു നിന്റെ അഭിനയം? ആ പെണ്ണിനെ നീ ശ്വാസം മുട്ടിച്ചു കളഞ്ഞല്ലോ ഭദ്രൂട്ടാ. ഇതൊക്കെ ഒരു ശ്വാസം മുട്ടലാണോ അച്ചമ്മേ? ഇനിയല്ലേ ശരിക്കുള്ള ശ്വാസം മുട്ടൽ നടക്കാൻ പോകുന്നത്. ശക്തിയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും സ്ത്രീ ആയിരുന്നെങ്കിലോ നീ അവളെ കല്യാണം കഴിക്കേണ്ടി വരില്ലായിരുന്നോ? ശക്തി ആയതുകൊണ്ടാണ് അച്ചമ്മേ തെളിവുകൾ കിട്ടിയിട്ടും ഞാൻ വിഡ്ഢിയായി നിന്നു കൊടുത്തത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. അതുപോട്ടെ, അവർക്ക് എന്താന്ന് വെച്ചാൽ കൊടുത്തിട്ട് മാറ്റി താമസിപ്പിച്ചുകൂടെ? അവൾ ഒറ്റയ്ക്ക് താമസിച്ചാൽ ശരിയാവില്ല മോനെ. നമുക്ക് തന്നെ നാണക്കേടാവും. അതിന് ജീവനത്തിലുള്ളവർ ശ്രമിക്കും. അതെല്ലാം പേടിച്ചിട്ട് അവരെ സഹിക്കണമെന്നാണോ? അല്ല, പാലാഴിയുടെ അവകാശം നിന്റെ പേരിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് തീരുമാനമെടുക്കാം. അവൾ ഒരുപാട് സഹിച്ച് ജീവിച്ചു വന്നവളാണ്. അവളുടെ ജീവിതം നശിച്ചു പോകാൻ നമ്മളും ഒരു കാരണമല്ലേ? ഇത്രയും സ്വത്തുക്കളുള്ള ഒരു തറവാടിന് അവളെ സംരക്ഷിക്കാൻ കഴിയാഞ്ഞതല്ലോ. അഭിമാനം നഷ്ടപ്പെടുമെന്ന പേടിയിലല്ലേ അകറ്റി നിർത്തിയത്. ഇവിടുള്ളവരുടെ അഭിമാനബോധം മൂലം വന്നു ഭവിച്ച ദുഃഖങ്ങൾ ഈ ചുവരുകൾക്ക് മാത്രമേ അറിയൂ ഭദ്രൂട്ടാ. അതൊക്കെ നീ ഒരിക്കൽ അറിയും. അന്ന് ഞാനില്ലാതെ പോയാലും നീതിയും ന്യായവും നടപ്പിലാക്കണം നീ. നിന്റെ വഴിവിട്ട സഞ്ചാരം മൂലമുള്ള പേടി ഇപ്പോഴും ഈ വൃദ്ധയ്ക്കുണ്ട്. ഇനിയും ശാപങ്ങൾ താങ്ങില്ല പാലാഴിക്കാർ. എന്റെ ജീവിതത്തിൽ ഇനി ഒരു സ്ത്രീ മാത്രമേ ഉണ്ടാവൂ എന്ന് ഞാനും വാക്ക് നൽകിയതല്ലേ. പിന്നെ ദേവകിയുടെ അമ്മ വന്ന് നിന്നതുപോലെ വീരഭദ്രന്റെ ചോരയെ വയറ്റിലിട്ട് ഒരുത്തിയും വരില്ല. ഇനി എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ അത് ശക്തിയിൽ മാത്രമായിരിക്കും. അവരുടെ മകൻ ഇപ്പോൾ എവിടെയാണെന്ന് അച്ഛനറിയുമോ? നാണക്കേട് മൂലം 14-ാമത്തെ വയസ്സിൽ എന്തോ നാട് വിട്ടു. ഏതോ കള്ളക്കടത്ത് കേസിൽപ്പെട്ട് ജയിലിലുമായി. അവിടെ നിന്നിറങ്ങിയപ്പോൾ അവരുടെ ടീമിനെ ഒറ്റിയവന്റെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം അനുഭവിച്ച് ജയിലിൽ കഴിയുന്നുണ്ട്. ഇത് അവർക്കറിയില്ലേ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. അവൾ ഇപ്പോഴും മകന്റെ പേര് പറഞ്ഞിട്ട് കരയാറുണ്ടല്ലോ. വീരന് അതത്ര വിശ്വാസമായില്ല. അയാൾക്കോ? ജയനാഥന്? അറിയില്ല ഇനിയിപ്പോ കണ്ടെത്തിയോ എന്ന്. പ്രസേനന് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ പിന്നെ അവർക്കാണോ പ്രയാസം? പാലാഴിയുടെ യഥാർത്ഥ അവകാശിയെന്ന് അച്ചമ്മ പറഞ്ഞത് എന്തർത്ഥത്തിലാണ്? എനിക്കും ജിനുവിനും ഒരേ അവകാശമല്ലേ? പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി വേർതിരിവ് കാണിക്കരുതെന്ന്. ജിനുവിനത് വിഷമമാകും. അവനും എന്നെ പോലെ അവകാശമുള്ള വീടല്ലേ ഇത്. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് വീരൻ എറിഞ്ഞു നോക്കി. അല്ല, അവർ പെട്ടെന്ന് വെട്ടിത്തുറന്നു പറഞ്ഞു. അതെന്താ അച്ചമ്മേ? അക്കാര്യം ഞാൻ നിന്നോട് പിന്നീട് ഒരിക്കൽ പറയാം ഭദ്രൂട്ടാ. പറയേണ്ട സമയം ഇനിയും വന്നിട്ടില്ല. ഇപ്പോൾ നിന്റെ അന്വേഷണങ്ങൾ നടക്കട്ടെ. നീ തേടുന്നത് നിന്നിൽ തന്നെ വന്നു ചേരും. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കില്ലെന്ന് പറയുന്നതിലെ സത്യം എനിക്കിന്നറിയാം. ഞാനൊന്ന് കിടക്കട്ടെ. അവർ ഒഴിഞ്ഞു മാറുകയാണെന്ന് അവനു മനസ്സിലായി. താൻ അറിയാത്ത സത്യങ്ങൾ ഇനിയും ഒളിഞ്ഞിരിപ്പുണ്ട്. വീരൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശക്തി തറയിൽ കിടന്നു മയങ്ങിയിരുന്നു. അവൻ അവളുടെ അടുത്തേക്കിരുന്ന് ആദ്യം കയ്യിലെടുത്തത് അവളുടെ ഡയറിയാണ്. എഴുതിയിരുന്ന താളിനിടയിൽ പേനയിരുന്നതിനാൽ അവൻ തുറന്നപ്പോൾ ആ പേജ് തന്നെയാണ് വന്നത്. ഒരുവളുടെ കനത്ത ഒറ്റപ്പെടലിന്റെ ദുഃഖം പേറിയ വരികളിൽ കണ്ണുനീരിന്റെ ഉപ്പ് പടർന്നു പിടിച്ചത് കണ്ടവന്റെ നെഞ്ചു വലിഞ്ഞു. വളരെ കുറച്ചു താളുകളിൽ മാത്രമേ അവൾ കുറിച്ചിരുന്നുള്ളൂ. ഈ ഡയറിക്ക് മുമ്പും ശേഷവും അവളേറെ എഴുതി കൂട്ടിയിട്ടുണ്ടാകും. അവയിലെല്ലാം ഇതിനേക്കാൾ അധികം നൊമ്പരം ഒളിപ്പിച്ചിട്ടുണ്ടാകും. എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ പറയാതെ നീ ഒളിപ്പിച്ച പ്രണയം വേദനയും അതിശയവും ഒരുപോലെ ഉണർത്തുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഒരിക്കൽ പോലും നീ ഇത് പറഞ്ഞിട്ടില്ലല്ലോ ശക്തി. നിന്റെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞാനും ശ്രമിച്ചിരുന്നില്ലല്ലോ. എനിക്കറിയണം
നീ ഒളിപ്പിച്ചു പിടിച്ചതെല്ലാം. പക്ഷേ ഇപ്പോഴല്ല. അവൻ അവളെ അങ്ങനെ തന്നെ പൊക്കിയെടുത്തപ്പോഴേക്കും അവൾ ഉണർന്നിരുന്നു. അപ്പോഴേക്കും അവർ വാഷ്റൂമിന്റെ ഉള്ളിലായി കഴിഞ്ഞു. നമുക്കൊന്ന് നനഞ്ഞാലോ ശക്തി? ചോദ്യത്തോടൊപ്പം അവൾക്ക് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുമ്പ് വെള്ളം നിറഞ്ഞു കിടന്ന ടബിലേക്ക് അവളെ അവൻ ഇട്ടിരുന്നു. വായിലും മൂക്കിലും ചെവിയിലും വെള്ളം കയറി അവൾ കിടന്ന് കുതറിയപ്പോൾ അവന്റെ ടീഷർട്ട് തലവഴി ഊരി എറിഞ്ഞുകൊണ്ട് അവൾക്ക് മീതെ അമർന്ന് അവളുടെ 2 കൈകളും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. തുമ്മിയും ചീറ്റിയും തുപ്പിയും നിന്നവൾ അന്തിച്ചുപോയി. അവൾക്ക് ശാന്തമാകാനുള്ള സമയം അവൻ നൽകിയ ശേഷം നനഞ്ഞൊട്ടിയ ടോപ്പിൽ കൂടെ കൈകൾ കടത്തി. അവളാകട്ടെ കുതറിക്കൊണ്ട് അത് തട്ടിയെറിയാൻ ശ്രമിച്ചു. അവൻ അവളിലേക്ക് പിന്നെയും അമർന്നുകൊണ്ട് ചെവിയിൽ പറഞ്ഞ കാര്യം കേൾക്കെ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവളുടെ സമ്മതം കിട്ടുന്നതിന് മുന്നേ അവൻ അവളെ ഉയർത്തി അനായാസം ആ ടോപ്പിനെ കീറിയെറിഞ്ഞിരുന്നു. ഇതെന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? എന്റെ ഈ ഭ്രാന്ത് ഇതുവരെ അനുഭവിച്ചു കഴിഞ്ഞവൾക്കറിയില്ലേ ഇത് എന്തിനുള്ള തുടക്കമാണെന്ന്? എനിക്ക് നിങ്ങളുടെ ഒപ്പം കഴിയാനുള്ള യോഗ്യതയില്ല. സത്യം, നിനക്ക് ഇപ്പോഴെങ്കിലും വിവരം വെച്ചല്ലോ, അത് മതി. ശക്തി അവനെ തുറിച്ചു നോക്കി. താൻ അങ്ങനെ പറയുമ്പോൾ അത് തിരുത്തി തന്നെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് കരുതിയവൻ ഇങ്ങനെ പെരുമാറുമെന്ന് എങ്ങനെ ചിന്തിക്കാൻ? എന്താടി ഉള്ളത് പറയുമ്പോൾ നോക്കി പേടിപ്പിക്കുന്നത്? വിട്ടു മാറിക്കേ, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. എനിക്കും നിന്നോടൊന്നും പറയാനില്ല, ചെയ്യാൻ മാത്രമേയുള്ളൂ. അവന്റെ കാമം അടങ്ങാനുള്ള ഉപാധി മാത്രമായിരുന്നു താൻ ഇതുവരെ എന്ന് അറിയാമെങ്കിലും ആ നിമിഷം അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ദേഷ്യവും സങ്കടവും കൊണ്ട് അവൾക്ക് ശരീരം മുഴുവൻ പുകഞ്ഞു. വീരന്റെ കണ്ണുകൾ അവളുടെ കഴുത്തിൽ മാല വലിഞ്ഞുണ്ടായ മുറിവിലായിരുന്നു. തനിക്ക് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചവളെ അവൻ പിടിച്ചുകിടത്തി. നിന്റെ ഈ ശരീരവും മനസ്സും നിറയെ ഞാൻ മാത്രമല്ലേ ശക്തി? നീ എന്നെ പ്രണയിക്കുകയല്ലായിരുന്നോ? ആ ചോദ്യത്തിനു മുമ്പിൽ അവൾ തളർന്നുപോയി. ഇതുവരെ താൻ വെളിപ്പെടുത്താതെ പോയ സത്യത്തെ അവൻ തിരിച്ചറിഞ്ഞോ എന്ന ആകാംക്ഷയോടെ അവൾ മുഖമുയർത്തി. അവൻ പുരികമുയർത്തി ചോദിച്ചു. ഈ പുതിയ മുഖം വിശ്വസനീയമാണോ? അതെന്താ? ഞാനിതുവരെ വീരഭദ്രസേനന്റെ പ്രണയം അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കാമവും സൗഹൃദവും നിയന്ത്രിതമായ സ്നേഹവും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ അറിഞ്ഞെന്ന വിശ്വാസം മാത്രമാണ് എനിക്കുള്ളത്. മിതമായി മാത്രം സംസാരിച്ചുകൊണ്ട് ആവശ്യങ്ങൾ വ്യക്തമാക്കുന്നയാൾ പൈങ്കിളി ലെവലിലേക്ക് താഴ്ന്നു വരുമ്പോൾ സംശയം തോന്നില്ലേ? അവനു മുന്നിൽ കണ്ണു നിറച്ചിട്ടും പാവത്തെ പോലെ നിന്നിട്ടും കാര്യമില്ലെന്നറിയാവുന്ന ശക്തി വേഗത്തിൽ തന്നെ അവളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തിയിരുന്നു. അതാണോ കാര്യം? ഞാൻ ഇതുവരെ എന്നിലെ പ്രണയത്തെ നിനക്ക് മുമ്പിൽ പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ. ഇതാണ് വീരഭദ്രസേനന്റെ പ്രണയം. ശക്തിശ്രീക്ക് ഇനിയും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അനുഭവിക്കുന്നതിനനുസരിച്ച് ഞാൻ തന്നെ കണ്ടെത്തുന്നതാണ് ഉചിതം. ഈ നാവിൽ നിന്ന് എന്റെ പേര് പോലും ആഗ്രഹത്തോടെ വിളിച്ചു കേൾക്കുന്നത് നിലതെറ്റി കുടിക്കുമ്പോഴല്ലേ? മദ്യപിച്ചു കഴിഞ്ഞാൽ വീരഭദ്രസേനൻ ശക്തിയുടെ ഭദ്രേട്ടനായി മാറുന്നത് കൊണ്ടാണോ? അവൻ അവളുടെ താടിയിൽ പിടിച്ച് പുന്നാരിച്ചുകൊണ്ട് ചോദിച്ചു. ഹേയ്, അതല്ല. അന്നേരമാണല്ലോ തേച്ചിട്ട് പോയവളെ ഓർത്ത് നിലവിളിക്കുന്നത്. അത് കേട്ട് അവന്റെ മൂക്കിൻ തുമ്പ് ദേഷ്യത്താൽ വിറയ്ക്കുന്നത് ശക്തി കൗതുകത്തോടെ നോക്കി. കണ്ടു പരിചിതമായ ആ കൗതുകത്തിൽ ഭയമുണ്ടായിരുന്നില്ല. അവളുടെ കഴുത്തിന് പിന്നിലൂടെ കൈയിട്ടവൻ അടുത്തേക്ക് അവളുടെ മുഖം വലിച്ചെടുത്തു. നീ നിലവിളിക്കാറില്ലായിരുന്നോ ശക്തി? ആ മൃദുവായ ചോദ്യവും അതിലെ ഒളിയമ്പുകളും അവളെ തളർത്തിക്കളഞ്ഞു. നീ എന്റെ പ്രണയവും ദേഷ്യവും അവഗണനയും അഹങ്കാരവും ഇനിയാണ് അടുത്തറിയാൻ പോകുന്നത്. ഇതുവരെ ഒന്നിച്ചു കഴിഞ്ഞതുപോലെയല്ല, അതിനേക്കാൾ ദുഷ്കരമായിരിക്കും. കാരണം നീ എന്റെ ഭാര്യയെ ഒപ്പം കഴിയുന്നതും താൽക്കാലികമായി നിബന്ധനകളോടെ ശരീരം പങ്കിട്ട് കഴിയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇതുവരെ കൂട്ടുകിടപ്പുകാരി മാത്രമായിരുന്നു, പക്ഷേ എനിക്ക് നിങ്ങൾ എല്ലാമായിരുന്നു. ആ വാക്കുകൾ ശക്തി മനസ്സിലാണ് പറഞ്ഞത്. അവൻ അവളെ ഇതുവരെ ചുംബിച്ചതിൽ നിന്നും വ്യത്യസ്തമായി സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഗാഢമായി ചുംബിക്കാൻ തോന്നി. ദേഷ്യം തോന്നുന്നുണ്ടോ നിനക്കെന്നോട്? ഉണ്ടെങ്കിൽ കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കടി. വീരൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി മുരണ്ടു. അവന്റെ ചുണ്ടിലെ പുഞ്ചിരിയും കണ്ണുകളിലെ തിളക്കവും ശക്തി വേഗത്തിൽ തിരിച്ചറിഞ്ഞു.
ഇപ്പോഴവന്റെ വിരലുകൾ അവളുടെ പിൻകഴുത്തിൽ ഇഴയുകയാണ്. ബാത്ത് ടബിന്റെ ഉള്ളിലാണ് രണ്ടാളുടെയും ഇരിപ്പ്. അത് കൂടുതൽ സൗകര്യത്തിലാക്കാനെന്നതുപോലെ അവൻ അവളെ തന്റെ തുടകളിലേക്ക് വലിച്ചിരുത്തി. അവളുടെ മുട്ടുകൾ മടങ്ങി പിന്നിലേക്കാക്കി കാലുകൾ വെച്ചിരുന്നു. ഇരു സൈഡിലേക്കും കാലിട്ട് ബൈക്കിലിരിക്കുന്നത് പോലെ. ഇരുവരും മിഴികൾ കൊരുത്തിരിക്കുമ്പോൾ മനസ്സിൽ പലവിധ ചിന്തകൾ നിറഞ്ഞുകൊണ്ടിരുന്നു. നിന്റെ പ്രേമം അറിയാതെ പോയതിൽ എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നുന്നുണ്ട് ശക്തി. ഞാൻ നിന്നെ പ്രേമിക്കാതെ ഭോഗിച്ച നിമിഷങ്ങളെ ഓർത്ത് പുച്ഛം തോന്നുന്നുണ്ട്. ഇനിയും ഞാൻ നിന്നിലെ ആ പരിചിതയെ തേടി നടക്കുകയാണ്. സ്നേഹിക്കപ്പെടുക എന്ന ഭാഗ്യത്തിൽ എന്നെ എക്കാലവും പൂഴ്ത്തിവെക്കാൻ കെൽപ്പുള്ളവൾക്ക് തിരികെ നൽകിയത് വേദനകൾ മാത്രമാണല്ലോ. മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലെ മുറിവിൽ ചൂണ്ടുവിരൽ കൊണ്ട് തലോടി. അവന്റെ ഭാവത്തിൽ ശക്തി പലതും വായിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അവനിലെ നോവും കുറ്റബോധവും ആ തഴുകലിൽ അറിഞ്ഞതുപോലെ അവളും വേഗത്തിൽ അത് ക്ഷമിച്ചു കളഞ്ഞു. തന്റെ ശരീരത്തോട് ഒട്ടിച്ചേരുന്ന നിമിഷങ്ങളിൽ ഒരിക്കൽ പോലും അവനിൽ തെളിഞ്ഞു കണ്ടിട്ടില്ലാത്ത ശാന്തതയിൽ സ്നേഹം കൊതിച്ചിരുന്ന അവളുടെ ഉള്ളം ഉലഞ്ഞുപോയി. ഒരാളിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉറവ പൊടിച്ചവൾ അതിവേഗത്തിൽ അവനിലേക്ക് ഒഴുകിക്കൂടി. സ്നേഹിക്കപ്പെടാൻ മാത്രം ആഗ്രഹിക്കുന്ന അവൾക്കുള്ളിലെ പെണ്ണ് അവന്റെ പ്രണയം പൂർണ്ണമായും സ്വന്തമാക്കാൻ തുടിച്ചുകൊണ്ടിരുന്നു. അവൻ പിന്നെയും പിന്നെയും അവളുടെ കഴുത്തിലെ മുറിവിൽ വിരൽ കൊണ്ട് തലോടുകയും ചുംബിക്കുകയും നാവുകൊണ്ട് ഒഴിയുകയും ചെയ്തപ്പോൾ എരിവ് വലിച്ചുകൊണ്ടവൾ മിഴികൾ ഇറുകെ പൂട്ടിയിരുന്നു. അവനാൽ അവളുടെ ഉള്ളിൽ നിറച്ച ഭാരം ഒരു സാന്ത്വനം പോലെ അലിയിച്ചു കളയുന്നത് അവൾ അറിയുന്നുണ്ട്. എന്നിരുന്നാലും അവൻ വലിച്ചെറിഞ്ഞ വാക്കുകളുടെ പ്രഹരത്താൽ ശരീരത്തെക്കാൾ അധികം മനസ്സ് അവൾക്കിപ്പോഴും വേദനിക്കുന്നുണ്ടായിരുന്നു. ആഗ്രഹിക്കുന്നിടത്ത് നിന്ന് കൂടുതൽ കരുതലും അടുപ്പവും സ്നേഹവും കൂടുമ്പോൾ മുമ്പ് അവരാൽ തീർക്കപ്പെട്ട മുറിവിന്റെ നൊമ്പരം പരിഭവമായി പ്രവഹിക്കുമെന്നതുപോലെയായിരുന്നു ശക്തിയുടെ കാര്യവും. അവളുടെ നിറഞ്ഞ മിഴികളിലെ പരിഭവത്തിന്റെ നീർമുത്തുകളെ തട്ടിത്തൂകി അവൻ കുളിര് പകർന്നുകൊണ്ടിരുന്നു. വീരന്റെ ലാളനകളുടെ വേഗത കൂടി. അർദ്ധനഗ്നമായ അവളുടെ മേനിയിലൂടെ പാഞ്ഞ അവന്റെ മുഖം മാതൃത്വത്തിന്റെ മുന്തിരിമുട്ടിൽ വിശ്രമം കണ്ടെത്തിയപ്പോൾ ശക്തി തളർന്നുപോയി. അല്ലെങ്കിൽ പ്രതികരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ അവളെ തളർത്തിക്കളഞ്ഞെന്ന് പറയാം. തന്റെ ലാളനങ്ങളിൽ തളർന്നു പോയവളുടെ അധരം അവൻ പിന്നെയും നുണഞ്ഞെടുത്തു. ഓരോ ചുംബനങ്ങളിലും തലോടലുകളിലും അവൻ ഒളിപ്പിച്ച രഹസ്യങ്ങൾ അവൾ വേഗത്തിൽ മനസ്സിലാക്കി. കാമത്തിനപ്പുറം അവൻ കാണിച്ച കരുതലിന്റെ ലാളനകൾ അവൾക്ക് ആദ്യാനുഭവമായിരുന്നു. അതായിരുന്നു തന്റെ പ്രണയിനിയിലേക്ക് അവൻ നൽകിയ സ്ഥാനത്തിന്റെ സൂചനയും. ചൊടിപ്പിച്ചും കുറുമ്പ് കൂട്ടിയും ചുംബിച്ചും വഴക്കടിച്ചും പ്രണയം പകർത്തി വെക്കുന്ന വീരനുള്ളിലെ കാമുകനെ അവളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അതിന്റെ ആവേശത്തിൽ അവരൊരൊറ്റ ശില്പം പോലെ കൂടിച്ചേർന്നിരുന്നു. ശക്തിയുടെ ഭദ്രൻ എന്നും വ്യത്യസ്ത സ്വഭാവക്കാരനായിരുന്നല്ലോ. അറിയാൻ ആഗ്രഹിച്ച ഭദ്രനെ, അവന്റെ കരുതലിനെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ശക്തി ആ നിമിഷത്തിൽ മാത്രം ലയിച്ചുപോയി. നേർത്ത മൂളലുകളും കിതപ്പുകളും അവിടെ ഉയർന്നു. ഒടുവിൽ അവനിൽ നിന്ന് അകന്നു മാറി ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടുകൊണ്ട് അവൾ വീരന്റെ മിഴികളെ കൊരുത്ത് ചോദ്യം തൊടുത്തു. നിങ്ങളുടെ അഭിനയം മഹാബോറാണ്. തുടരും.